ഹലോ ഗായ്സ്, പുതിയ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ബിസിനസ് വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ആദ്യം ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ പലരും ബിസിനസ് വാട്സപ്പിനകത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ് കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. അതായത് ഒരു 10 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ 10 പേരും 10 പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 10 പേരെയും 10 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കസ്റ്റമറെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ലേബൽസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ കസ്റ്റമർ ഉണ്ട്, പിന്നെ പ്രൊമോഷൻ വർക്കായിട്ട് എനിക്ക് വരുന്നവരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പല കാറ്റഗറിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കസ്റ്റമേഴ്സിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഉള്ള സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്പർ ഒന്നും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആരാ എന്താണെന്ന് അറിയാത്ത സ്ഥിതിക്കിനെ നേരെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഈ ലേബൽസിൽ ഒന്നിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് കാറ്റഗറിയിലാണോ ആ ഒരു വ്യക്തിയെ ആഡ് ചെയ്തത് ആ ഒരു കാറ്റഗറി ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് അയാളെ അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ബിസിനസ് വാട്സപ്പിനകത്തുണ്ട്. അപ്പോൾ ഈ അതിനെ പറയുന്ന പേരാണ് ലേബൽസ് എന്ന് കേട്ടോ. അപ്പോൾ ഈ ലേബൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഈ ഒരു ബിസിനസ് വാട്സപ്പ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് വാട്സപ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും വലത് ഭാഗത്തായിട്ട് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് നന്നായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലേബൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ലേബൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഒരുപാട് ലേബൽസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ലേബൽസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിൽ വലത് ഭാഗത്തായിട്ട് കാണിക്കുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലേബൽ നെയിം അവിടെ ആഡ് ചെയ്യാം. ന്യൂ കസ്റ്റമർ എന്നോ അല്ലെങ്കിൽ ഷൂ കസ്റ്റമർ എന്നോ, ഡ്രസ്സ് ആണെങ്കിൽ ഡ്രസ്സ് എന്നോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങളുടെ ഹോം പേജിലേക്ക് വരിക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലേ, ഒരുപാട് മെസ്സേജിൽ വന്നിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ആളെ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. ഏതെങ്കിലും ഒരു നമ്പറിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ ഇങ്ങനെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട് അല്ലേ. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലേക്കാണോ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു താങ്ക്സെങ്കിലും കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് വാട്സപ്പിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അതിനകത്ത് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.